ഹലോ. അപ്പോൾ നമ്മളിന്ന് വന്നേക്കുന്നത് ഒരു ഐസ്ക്രീം റെസിപ്പി ആയിട്ടാണ്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് ചെയ്ത് കാണിക്കാൻ പോകുന്നത് മാംഗോ ഐസ്ക്രീമാണ്. ഇപ്പോൾ മാങ്ങയുടെ സീസണൊക്കെ അല്ലേ, അപ്പോൾ മാങ്ങയൊക്കെ കിട്ടാൻ വളരെ എളുപ്പമാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ മാവിലെ മാങ്ങയിൽ നിന്നാണ് ഞാൻ ഇന്ന് ഈ ഐസ്ക്രീം നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് കാണിച്ചു തരുന്നത്. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ തന്നെ അതേ പെർഫെക്ഷനിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഐസ്ക്രീം നമ്മൾ വീട്ടിൽ ചെയ്തെടുക്കുമ്പോഴും. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് സമയം കളയാതെ നോക്കിയിട്ട് വരാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 3 മീഡിയം സൈസ് മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരിഞ്ഞ് ജ്യൂസാക്കി എടുക്കണം. ഒരു മാങ്ങ ഞാൻ ചെറിയ സ്ക്വയർ പീസായിട്ട് പ്രത്യേകം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വെച്ചേക്കാം, ലാസ്റ്റ് ഇത് വേണ്ടി വരും. ഇനി ഞാൻ നേരത്തെ എടുത്ത മാങ്ങ കഷ്ണങ്ങൾ മിക്സിയുടെ ഒരു ജാറിലിട്ടിട്ട് നല്ലപോലെ അരച്ചെടുക്കാൻ പോകുകയാണ്. നല്ല പേസ്റ്റാക്കി എടുക്കണം. എടുക്കുമ്പോൾ നാരില്ലാത്ത മാങ്ങ എടുത്താൽ അത്രയും നല്ലതാണ്. ഇപ്പോൾ ഈ മാങ്ങ ചെറുതായിട്ടൊന്ന് ചതഞ്ഞ് വന്ന ശേഷം ഞാൻ അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും ഒരു 8 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഇതിലെപ്പോഴും മധുരം മുന്തി നിൽക്കണം, അപ്പോഴാണ് ഐസ്ക്രീമിന് ആ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പോൾ ഞാൻ പഞ്ചസാരയൊക്കെ ആഡ് ചെയ്തിട്ട് ഇത് വീണ്ടും ഒന്ന് നല്ല പോലെ നമുക്ക് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കാം. ഇപ്പം ഞാൻ പേസ്റ്റാക്കി അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലത്തേക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാനുണ്ട്. ഞാൻ ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കേക്കിനൊക്കെ എടുക്കുമ്പോൾ നല്ല മെൽറ്റായിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. ഇത് അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല. അല്പം സെറ്റായിട്ടിരുന്നാലും പ്രശ്നമില്ല. അതേപോലെ തന്നെ ബീറ്റ് ചെയ്യുമ്പോൾ ഓവർ ബീറ്റിംഗ് വേണ്ട. നമ്മൾ കേക്കിന് എടുക്കുന്ന പോലെ നല്ല സ്റ്റിഫ് കൺസിസ്റ്റൻസി ഒന്നും ഇതിന് ആവശ്യമില്ല. ഒരു ചെറുതായിട്ടൊന്ന് ബീറ്റായിട്ട് ഒന്ന് കട്ടിയായിട്ട് വരണം. ആ ഒരളവാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. നമ്മൾ സ്പൂണിലെടുക്കുമ്പോൾ ഇത് താഴോട്ട് വീഴണം. നമ്മൾ കേക്കിനൊക്കെ എടുക്കുമ്പോൾ താഴോട്ട് കമത്തിയാലും താഴോട്ട് പോകത്തില്ല. സ്പൂണിലെടുക്കുമ്പോൾ താഴോട്ട് വീഴണം. ഇതാണ് ഈ ക്രീമിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. ഇനി നമുക്കിതിലോട്ട് നേരത്തെ നമ്മൾ അരച്ച് വെച്ചിരുന്ന മാങ്ങ പൾപ്പ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലോട്ട് നിങ്ങളുടെ കയ്യിൽ വാനില എസൻസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. ഞാൻ വാനില എസൻസ് ഇല്ലാത്തതുകൊണ്ട് ഒരു 1/2 ടീസ്പൂൺ ഐസ്ക്രീം എസൻസാണ് ഇതിൽ ആഡ് ചെയ്തത്. ഇനി നമുക്ക് ഈ മാംഗോ പൾപ്പ് ഈ ക്രീമിലൊക്കെ നന്നായിട്ട് മിക്സായി വരുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ബീറ്ററൊന്നും ഇല്ലാത്തവർക്ക് മിക്സിയിൽ ഇത് ചെയ്യാം കേട്ടോ. മിക്സിയുടെ ജാറൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് അതിൽ ക്രീം ബീറ്റ് ചെയ്ത് എടുത്താൽ മതി. ഈ മാംഗോ പൾപ്പും അതിലിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ക്രീമൊക്കെ മാംഗോ പൾപ്പായിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മാങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് മാറ്റി വെച്ചിരുന്നത് ഇതിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാ ഭാഗത്തും ഈ പീസസ് എത്തുന്ന രീതിയിൽ നല്ല പോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ക്രീമും മാങ്ങയുടെ പീസസും ഒക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഈ മാങ്ങയുടെ പീസ് ഇടുന്നത് നമ്മൾ ഐസ്ക്രീം കഴിക്കുമ്പോൾ മാങ്ങ ഒന്ന് കടിക്കാൻ കിട്ടുന്നത് ഐസ്ക്രീമിൽ നിന്നൊരു ടേസ്റ്റ് കൊടുക്കും. അപ്പം അതിനാണ് നമ്മൾ മാംഗോ കൊടുക്കുന്നത്. പിന്നെ ലാസ്റ്റ് ഇതിൻ്റെ മേളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യാൻ വയ്ക്കുമ്പോൾ മേളിൽ നട്ട്സോ എന്തെങ്കിലും അത് നിങ്ങളുടെ താല്പര്യം പോലെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവേ. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് നല്ല എയർ ടൈറ്റായിട്ടൊരു കണ്ടെയ്നറിൽ ഇത് വയ്ക്കാം. ഞാനിവിടെ ഒരു ബൗളാണ് എടുത്തേക്കുന്നത്. ഇതിലോട്ട് ഞാൻ ഐസ്ക്രീം മിക്സ് മൊത്തം ചേർത്ത് കൊടുക്കുവാണ്. കുറച്ച് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു, അത് ഞാൻ വേറെ ചെറിയ ബൗളിൽ എടുത്തിട്ടുണ്ട്. ഈ ബൗളിന് ലിഡില്ലാത്ത കാരണം ഞാൻ സിൽവർ പേപ്പർ വെച്ചാണ് ഇത് നന്നായിട്ട് കവർ ചെയ്ത് കൊടുത്തേക്കുന്നത്. ഇത് സിൽവർ പേപ്പർ വെച്ച് കവർ ചെയ്ത ശേഷം നമുക്ക് 8 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് ഫ്രീസ് ചെയ്തെടുക്കണം. ഞാനിത് ഓവർ നൈറ്റാണ് വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ പിറ്റേന്ന് രാവിലെ ആയപ്പോൾ ഞാൻ ഇത് ഓപ്പൺ ചെയ്ത് നോക്കുവാണ്. നമ്മുടെ ഐസ്ക്രീമൊക്കെ കറക്റ്റ് പെർഫെക്റ്റായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഐസ്ക്രീമിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. എൻ്റെ കയ്യിൽ ഐസ്ക്രീം സ്കൂപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനത് സെർവിങ് ബൗളിലോട്ട് മാറ്റിയപ്പോൾ അത് കാണാനൊരു വൃത്തികേടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഐസ്ക്രീം സ്കൂപ്പ് ഉണ്ടെങ്കിൽ അത് വെച്ച് പ്രസൻറ്റ് ചെയ്യുമ്പോഴാണ് ഒരു ഭംഗി കാണുന്നത്. അപ്പം ഞാൻ സ്പൂൺ വെച്ച് ചെയ്ത കാരണം അത് പ്രസൻറ്റ് ചെയ്തപ്പോൾ ഒരു ഭംഗിക്കുറവ് തോന്നി. ഞാൻ ഇതിൻ്റെ മേളിൽ കുറച്ച് പ്രലൈൻ വിതറി കൊടുക്കുന്നുണ്ട്. പ്രലൈനും മാംഗോയും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഈ ഐസ്ക്രീം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.